റിലേഷൻഷിപ്പിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. എനിക്കത് ഈസി ആയിരിക്കണം കാര്യം, എനിക്ക് ഗ്രോത്ത്, എന്റെ ഗ്രോത്ത് നടക്കണം, ഞാനും ഗ്രോ ആവണം, മറ്റേ ആളും ഗ്രോ ആവണം എന്നുള്ളതാണ് എന്റെ കോൺസെപ്റ്റ് ഓഫ് ലവ്. ഇൻഡിവിജ്വൽ ഗ്രോത്ത് ഉണ്ടായിരിക്കണം, ബെറ്റർ ആയിരിക്കണം. നമ്മുടെ എനിക്കിപ്പോ ഞാനുള്ള റിലേഷൻഷിപ്പിൽ എനിക്ക് എന്നെ തന്നെയാ ഞാൻ മാറ്റാൻ നോക്കിയിട്ടുള്ള എല്ലാ വർഷവും. Every time, if you understand there are some things you need to work on within you. അതൊരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ പോലും ആയിരിക്കില്ല, അത് നമ്മുടെ പേഴ്സണൽ, നമ്മുടെ ലൈഫിൽ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും, വിച്ച് ഐ ടെൻ ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം റിലേഷൻസ്. എന്റെ പാർട്ട്ണറിന്റെ അടുത്തുനിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു റിലേഷൻ ആയിരിക്കണം, ലൈക്ക് വെർ ഐ ക്യാൻ വർക്ക് ഓൺ മൈ സെൽഫ് ആൻഡ് ദി അതർ വൺ ക്യാൻ ഓൾസോ. Love is always there. എനിക്ക് love is not one person concept for me. എനിക്ക് അമ്മയടുത്തുള്ള ലവ് ഉണ്ട്, ഫ്രണ്ട്സിനോടുള്ള ലവ് ഡിഫറെന്റ് ആണ്, പാർട്ട്ണറിനോടുള്ള ലവ് ഡിഫറെന്റ് ആണ്. ഈ പറഞ്ഞ ഓരോ റിലേഷൻസ് ആണ്, ഓരോന്നിനും ഓരോ റിലേഷൻസ് ഉണ്ട്. ഓരോ ഇപ്പൊ കോഫി കുടിക്കാൻ പോകാൻ ഒരാൾ വേണം, പലതും എൻജോയ് ചെയ്യുന്ന പല ആളുകളുടെ അടുത്തായിരിക്കും. അപ്പൊ ലവ് ഇസ് എ വാസ്റ്റ് വെരി ബിഗ് കോൺസെപ്റ്റ് ഫോർ മീ. ഇറ്റ്സ് എ ബിഗ് സ്പെക്ട്രം ഫോർ മീ.